നിങ്ങളൊരു HR പ്രൊഫഷണൽ ആണോ? അല്ലെങ്കിൽ HR മേഖലയിൽ കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? എങ്കിൽ ഈ ഒരു ചോദ്യം ഉറപ്പായും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. ഒരു വലിയ MNCയിൽ HR ആകുന്നതാണോ നല്ലത്, അതല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ HR ആയി ജോലി ചെയ്യുന്നതാണോ? സത്യത്തിൽ ഈ രണ്ട് മേഖലകളും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഇന്ന് അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു MNCയിൽ നിങ്ങളുടെ ജോലി സാധാരണയായി ഒരു പ്രത്യേക മേഖലയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, റിക്രൂട്ട്മെന്റ് നോക്കുന്ന ആളാണെങ്കിൽ റിക്രൂട്ട്മെന്റ് മാത്രമായിരിക്കും നോക്കുക, പ്രധാന ഉത്തരവാദിത്തം അത് മാത്രം. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പിൽ നിങ്ങളൊരു HR ഓൾറൗണ്ടർ ആയിരിക്കണം. റിക്രൂട്ട്മെന്റ്, പേറോൾ, എംപ്ലോയി എൻഗേജ്മെന്റ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി പല കാര്യങ്ങളും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ടി വരും. ഇനി അടുത്തതായിട്ട് പോളിസീസ് ആൻഡ് പ്രോസസ്. അതായത് MNCകളിൽ കൃത്യമായ പോളിസീസ്, SOPs, ഗൈഡ് ലൈൻസ് എന്നിവ ഉണ്ടാകും. അതിനാൽ കാര്യങ്ങൾ കൂടുതൽ സ്ട്രക്ചേർഡ് ആയിരിക്കും. എന്നാൽ സ്റ്റാർട്ടപ്പുകളിലോ പല പോളിസീസും ആദ്യം മുതൽ രൂപപ്പെടുത്തി കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ലഭിക്കും. ഇനി സ്പീഡ് ഓഫ് വർക്ക്. MNCകളിൽ തീരുമാനങ്ങൾ എടുക്കാൻ പല ഘട്ടങ്ങളിലെ അപ്രൂവൽസ് ആവശ്യമായതിനാൽ കാര്യങ്ങൾ കുറച്ച് പതുക്കെയായിരിക്കും. സ്റ്റാർട്ടപ്പുകളിലെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇന്നെടുത്ത ഒരു തീരുമാനം ഇന്ന് തന്നെ നടപ്പിലാക്കാൻ പോലും സാധിച്ചേക്കും. ഇനി കരിയർ ഗ്രോത്ത്. MNCകളിൽ കരിയർ പാത്ത് വളരെ വ്യക്തമായിരിക്കും. മികച്ച ട്രെയിനിങ്ങുകളും അഡ്വാൻസ്ഡ് HR ടൂൾസും നിങ്ങൾക്ക് ലഭിക്കും. സ്റ്റാർട്ടപ്പുകളിൽ വരുമ്പോൾ റിസോഴ്സസ് കുറവായിരിക്കും. പക്ഷെ കമ്പനി വളരുന്നതിനോടൊപ്പം നിങ്ങളുടെ കരിയർ ഗ്രോത്ത് വളരെ വേഗത്തിലാകാനുള്ള സാധ്യത കൂടുതലാണ്. സ്ഥിരത, സ്ട്രക്ചർ, സ്പെഷ്യലൈസേഷൻ എന്നിവയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ MNC ആണ് നല്ലത്. എന്നാൽ വിവിധ HR മേഖലകൾ പഠിക്കാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനും വേഗത്തിൽ വളരാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്റ്റാർട്ടപ്പ് മികച്ച ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഏത് വർക്ക് എൻവയോൺമെന്റ് ആണ് കൂടുതൽ ഇഷ്ടം? MNC ആണോ അതോ സ്റ്റാർട്ടപ്പ് ആണോ? കമന്റ്സിൽ പറയൂ.